3 രൂപയ്ക്ക് കൊടുക്കാം. 3 ലക്ഷം രൂപയ്ക്ക്. അതെ അതെ, ബ്രിയോ കൊടുക്കാം. ബ്രിയോ 1.2 എഞ്ചിൻ വരുന്ന 1.2 എഞ്ചിൻ വരുന്ന 3 ലക്ഷം രൂപ കൊടുക്കാം. എത്ര ലോൺ കയറും? ഏകദേശം ഒരു 2.5 ലോൺ കയറും. 2.5 ലോൺ കയറും. 50,000 രൂപ ഉണ്ടെങ്കിൽ വണ്ടി കൊടുക്കാം. 2010 ആൾട്ടോ ആണെങ്കിൽ ഇതിനൊരു 6 മാസം വരെ 6 മാസം വരെ ഒരു എഞ്ചിന് കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ നമ്മളത് തീർത്തും ഒരു ഷോറൂമാരും പറയാത്ത വാക്കുകളാണ് മൂപ്പര് പറയുന്നത്. കാരണം 6 മാസം വരെ എഞ്ചിൻ വാറന്റി, അതായത് 2010 മോഡൽ ആൾട്ടോക്കാണ് പറയുന്നത്. അത് ഓൾ കേരള എവിടെയും നമുക്ക് വാറന്റി കൊടുക്കാം. ഇപ്പൊ നമ്മളിന്ന് തിരുവനന്തപുരത്തേക്ക് കസ്റ്റമർ വണ്ടി എടുത്ത് പോവാണെങ്കിൽ അവിടെ കാണിച്ചാൽ മതി. കമ്പനി ആയിട്ടാണോ? കമ്പനി ആയിട്ടാണ്. ഒരു റിനോൾഡിന്റെ കിഡ് ആണെങ്കിൽ റിനോൾഡിന്റെ ഷോറൂം കാണിച്ചാൽ മതി. റിനോൾഡിന്റെ ഷോറൂം കാണിച്ചാൽ. ഹലോ ഫ്രണ്ട്സ്, മുക്താറാണ്. നിങ്ങൾക്കല്ല ഓഫർ വേണമെന്ന് പറഞ്ഞാൽ അടിപൊളി ഓഫറായിട്ട് വീണ്ടും വന്നിട്ടുണ്ട്. തിരൂർക്കാട്, പെരിന്തൽമണ്ണ തിരൂർക്കാടിലാണുള്ളത്. കാർ 4 അല്ലേ? ഓഫർ കൊടുക്കാം. ഓഫർ എല്ലാ വണ്ടികൾക്കും നമ്മൾ ഓഫർ കൊടുക്കുന്നുണ്ട്. അതേമാതിരി വാറന്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എല്ലാ വണ്ടികൾക്കും നമുക്ക് വാറന്റി പ്രൊവൈഡ്. ഇവിടെയുള്ള മിക്ക വണ്ടികൾ ഏകദേശം 80ഓളം വണ്ടിയുണ്ട്. 80ഓളം വണ്ടികൾക്ക് 1 ഇയർ വാറന്റി ആയിട്ടുള്ളത്. നിങ്ങളിപ്പോ ഉണ്ടായതിന്റെ ഈ ഒരു വണ്ടി ഇവിടുന്ന് എടുത്തു കൊണ്ടു കഴിഞ്ഞാൽ ഇത് 2018 മോഡലാണെങ്കിൽ വെറും 30,000 രൂപ ഉണ്ടെങ്കിൽ 30,000 രൂപ ഈ വണ്ടി വാറന്റി നമുക്ക് കൊടുക്കാം. അതേമാതിരി ഹോം ഡെലിവറി നമുക്ക് കൊടുക്കാം. അതായത് കേരളത്തിൽ നിങ്ങൾ എവിടെ ആയിക്കോട്ടെ, നിങ്ങളെ വീട് പ്രവാസിലൊക്കെ വീഡിയോ കണ്ടിട്ട് വിളിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെ വീട്ടിൽ വണ്ടി ഇവിടെ എത്തിച്ചു കൊടുക്കും. അതുപോലെ തന്നെ നിങ്ങൾ ഇന്ന് 2023 മാർച്ച് 23 നിങ്ങൾ വണ്ടി എടുക്കുകയാണെങ്കിൽ ഇന്ന് മുതൽ അടുത്ത കൊല്ലം ഇതേ ടൈം വരെ 1 ഇയർ വാറന്റി കിട്ടും. അത് നിങ്ങൾ എന്നാണ് വണ്ടി എടുക്കുക അതുവരെയുള്ള വാറന്റി കാര്യങ്ങളൊക്കെ കിട്ടും. അതുപോലെ തന്നെ i20 30,000 രൂപയ്ക്ക് എടുക്കുക. അതുപോലെ തന്നെ 50,000 രൂപയ്ക്ക് എടുക്കുക. അതുപോലെ തന്നെ i10 ഓട്ടോമാറ്റിക് ഇത് എത്ര രൂപയ്ക്ക് ഇറക്കാം? ഒരു 70 രൂപയ്ക്ക് ഇറക്കാം. 70,000 രൂപ ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ഇറക്കാം. ഏകദേശം എത്ര ഓട്ടോമാറ്റിക് വണ്ടികൾ ഇവിടെ വരുന്നുണ്ട്? ഏകദേശം നമുക്കൊരു 15 സ്റ്റോക്ക് ഉണ്ടാവും. 15 സ്റ്റോക്കോളം ഓട്ടോമാറ്റിക് വരുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് വണ്ടികളുണ്ട്. ഏകദേശം 80ഓളം വണ്ടികളുണ്ട്. അതിന്റെ ഒരു ഡീറ്റെയിൽസ് ആയിട്ടുള്ള റിവ്യൂ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇത് കറക്റ്റ് സ്പോട്ട് വരുന്നത് നമ്മൾ തിരൂർക്കാട്, പെരിന്തൽമണ്ണ തിരൂർക്കാട് വന്നു കഴിഞ്ഞാൽ കാർസ് ഫോർ പ്രീ ഓണേഴ്സ് കാർസ്. ഏകദേശം എത്ര മാസമായി ഇപ്പൊ ഷോപ്പ് ഓപ്പൺ ചെയ്തിട്ട്? ഒരു 20-25 ദിവസം. 20-25 ദിവസത്തിനുള്ളിൽ എങ്ങനെയുണ്ട് റെസ്പോണ്ട്? അടിപൊളിയാണ്. ഹോം ഡെലിവറി നടത്തുന്നത് അത്രയും വിശ്വാസപൂർവ്വം. കാരണം ഫുള്ള് ചെക്ക് ചെയ്തിട്ട് അത്രയും ഉറപ്പോട് കൂടി അങ്ങോട്ട് കൊണ്ടു കൊടുക്കുക. ഒരു യൂസ്ഡ് കാർ ഷോറൂം വന്ന് നിങ്ങൾ ഏകദേശം 1 ഇയർ വാറന്റി തരണമെങ്കിൽ അത്രയ്ക്കും ക്വാളിറ്റി ഉള്ള വണ്ടികളായിരിക്കും. എന്തായാലും മാർക്കറ്റ് പ്രൈസിനാണെങ്കിൽ ചിലപ്പം കൂടുതലാവാം, ചിലപ്പം കുറവായിരിക്കാം. പക്ഷെ വണ്ടി ക്വാളിറ്റി ഒക്കെ, കാരണം നമ്മളോട് കൂടെ ഉള്ളത് ഒരു 7 വർഷം മാരുതിയിലും ഹുണ്ടായിലും ടൊയോട്ടയിലും വർക്ക് ചെയ്ത ആൾക്കാരാണ്. നമ്മൾ ഈ വണ്ടി ചെക്ക് ചെയ്യാൻ പോണത്. അത്രയും നോക്കിയിട്ട് നമ്മൾ വണ്ടി എടുക്കുള്ളൂ. ഓക്കെ. അപ്പൊ ഇത് സ്പോർട്ടും കാര്യങ്ങളൊന്നും മറക്കണ്ട. അപ്പൊ നോമ്പൊക്കെ തുടങ്ങിയിട്ടുണ്ട്. എല്ലാരും ഒന്ന് ഉഷാറായിക്കോളി. അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകല്ലേ? തുടങ്ങല്ലേ? ഓക്കെ. അപ്പൊ സിജിൻ ബ്രോ, നമ്മൾ ഫസ്റ്റ് തന്നെ നോക്കാൻ പോകുന്നത് കിഡാണ് നോക്കാൻ പോകുന്നത്. കിഡ് എങ്ങനെയാണ് ഡീറ്റെയിൽസ് വരുന്നത്? ഇത് 2016 മോഡലാണ്. RXT എല്ലാ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. നാവിഗേഷനൊക്കെ വരുന്ന വണ്ടിയാണ്. നമുക്ക് നെറ്റ് പ്രൈസ് നമുക്കൊരു 2.55 ലാസ്റ്റ് നമുക്ക് കൊടുക്കാൻ പറ്റിയ വണ്ടിയാണ്. 16 മോഡലാണ്. 16 നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. റീപ്ലേസ് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ് ഒരു ഡോറ് മാത്രം റീപ്ലേസ് ഉണ്ട്. അത് കമ്പനി തന്നെ ചെയ്തത്. വേറെ മേജർ ആക്സിഡന്റോ കാര്യങ്ങളൊന്നും ഇല്ല. 40,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള വണ്ടി. വെറും 40,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. ഓക്കെ. ലാസ്റ്റ് 2.55. ലാസ്റ്റ് 2.55. എത്ര ലോൺ കയറും? ലോൺ ഒരു 2.30 ഒക്കെ ചെയ്തു. 2.30. ഇവിടെ ഉള്ള മിക്ക വണ്ടികളും അത്യാവശ്യം വാറന്റി ഉള്ള വണ്ടികളാണ്. അതെ അതെ. 90% വണ്ടികളും നമ്മള് 1 വർഷം വാറന്റി ഇട്ടിട്ടാണ് കൊടുക്കുന്നത്. 1 വർഷം വാറന്റി. അത് ഓൾ കേരള എവിടെയും നമുക്ക് വാറന്റി കൊടുക്കാം. ഇപ്പൊ നമ്മളിന്ന് തിരുവനന്തപുരത്തേക്ക് കസ്റ്റമർ വണ്ടി എടുത്ത് പോവാണെങ്കിൽ അവിടെ കാണിച്ചാൽ മതി. കമ്പനി ആയിട്ടാണോ? കമ്പനി ആയിട്ടാണ്. റിനോൾഡിന്റെ കിഡ് ആണെങ്കിൽ റിനോൾഡിന്റെ ഷോറൂം കാണിച്ചാൽ മതി. റിനോൾഡിന്റെ ഷോറൂം കാണിച്ചാൽ അങ്ങനത്തെ വാറന്റി ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ അത്യാവശ്യം നല്ലൊരു ഓഫർ ഉണ്ട് കേട്ടോ. ഇത് സ്പെഷ്യൽ ഓഫറാണ്. 1 ഇയർ വാറന്റി ഒക്കെ കൊടുക്കുന്നുണ്ടല്ലേ? ഓക്കെ. അപ്പൊ ഏകദേശം 80ഓളം വണ്ടിയുണ്ട്. ഫസ്റ്റ് നമ്മൾ റിനോൾഡിൽ നിന്ന് തുടങ്ങി. ഇനിയിപ്പോ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് സ്വിഫ്റ്റ് ആണ് വരുന്നത്. സ്വിഫ്റ്റ് ഏതാ മോഡൽ വരുന്നത്? ഇത് 2014 മോഡൽ VDI ആണ്. 1,20,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളത്. ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണ്. വേറെ ആക്സിഡന്റോ കാര്യങ്ങളൊന്നും ഇല്ല. റീപ്ലേസ് ഒന്നുമില്ല. ഇത് നമുക്ക് നെറ്റ് പ്രൈസ് നമുക്ക് ഒരു 3.75 നമുക്ക് കൊടുക്കാം. ലാസ്റ്റ് 3.75. അതിന് ഇനിയൊന്നും പറയാനുണ്ടാവില്ല. അതിന് എന്തെങ്കിലുമൊക്കെ നമുക്ക് ഇനി വന്ന് കണ്ടിട്ട് എന്തെങ്കിലുമൊക്കെ നമുക്ക് നമ്മളെ കസ്റ്റമർ വീഡിയോ കസ്റ്റമർ ആണെങ്കിൽ നമുക്ക് എന്തായാലും ചെറുതായിട്ട് എന്തെങ്കിലും കൊടുക്കാം. എത്ര ലോൺ കയറും? ഇത് ഏകദേശം ഒരു 3.5 റേഞ്ചിൽ ലോൺ കയറും. ഒരു 25,000 രൂപ ഉണ്ടെങ്കിൽ
2014 മോഡൽ വണ്ടി കൊണ്ടുപോകാം അല്ലേ? ഒരു ബ്ലാക്ക് ആൻഡ് റെഡ് ഇന്ത്യയിലും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അത്യാവശ്യം നല്ല വൃത്തി കാര്യങ്ങൾ വരുന്നുണ്ട്. ഓക്കെ. ഇനിയിപ്പോ നെക്സ്റ്റ് വരുന്ന റിഡ്സ് ആണ് വരുന്നത്. റിഡ്സ് എങ്ങനെയാണ്? 2014 മോഡല് VXI ആണ് വണ്ടി. ഇതും ഏകദേശം ഒരു 30,000 25,000 ഡൗൺ പേയ്മെന്റ് നമുക്ക് കൊടുക്കാം. ഇത് കിലോമീറ്റർ ആകെ 70,000 ഓടിയിട്ടുള്ളൂ. റീപ്ലേസ് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. അത്യാവശ്യം ടയർ വരുന്നുണ്ട്. ഇന്ത്യയിലൊക്കെ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല വൃത്തിയുള്ള ഇന്ത്യയിൽ വരുന്നുണ്ട്. ഏത് ഓപ്ഷൻ വരുന്നത്? VXI ആണ് വരുന്നത്. ഓക്കെ. പ്രൈസ് എങ്ങനെയാണ് വരുന്നത്? നമുക്കൊരു 390 ചോദിക്കുന്ന വണ്ടിയാണ്. ഏകദേശം ഒരു 375ഓളം നമുക്ക് ലാസ്റ്റ് ചെയ്ത് കൊടുക്കാം. 375ഓളം ചെയ്ത് കൊടുക്കാം. ഒരു 3 ലക്ഷം രൂപ വരെ ലോണും കയറും. 25,000 വണ്ടി കൊണ്ടുപോകാം. ഓക്കെ. ഇനി നെക്സ്റ്റ് വരുന്നത് ആൾട്ടോ വരുന്നത്. ആൾട്ടോ ഏതാ മോഡൽ വരുന്നത്? ആൾട്ടോ 2010 മോഡൽ വരുന്നത്. റീപ്ലേസോ കാര്യങ്ങളൊന്നും ആകെ 73,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓണർഷിപ്പ് ഏതാ വരുന്നത്? ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പാണ് വരുന്നത്. ടയർ അത്യാവശ്യം ടയർ വരുന്നുണ്ട്. ഇന്ത്യയിൽ അങ്ങനെ വരുന്നത്? ഇന്ത്യയിലൊക്കെ ഇന്ത്യയിലൊക്കെ അത്യാവശ്യം നല്ല വൃത്തിയുള്ള ഇന്ത്യയിലാണ് വരുന്നത്. ഇതിപ്പോ പ്രൈസ് എങ്ങനെയാണ്? ലാസ്റ്റ് പ്രൈസ് എത്ര? ലാസ്റ്റ് ഒരു 145 കൊടുക്കാം. 145. 2010 മോഡൽ 145. ഒന്നുമില്ല. ഓപ്ഷൻ ഏതാ വരുന്നത്? LXI ആണ് വരുന്നത്. AC പവർ ഷെയറിംഗ് ആണ് വരുന്നത്. എത്ര ലോണ് കയറും? ലോണ് നമുക്കൊരു 1 lakh ഇട്ട് കൊടുക്കാം. 1 lakh. ഒരു 40,000 ഉണ്ടെങ്കിൽ വണ്ടി കൊണ്ടുപോകാം. 2010 മോഡൽ. ഓക്കെ. ഇതിപ്പോ ഏതൊക്കെ കാറ്റഗറി വരുന്ന വണ്ടികൾക്കാണ് 1 year വാറന്റി കൊടുക്കുന്നത്? അതായത് ഒരു 10 വർഷം ഉള്ള വണ്ടികൾക്ക്, 10 വർഷം പഴക്കമുള്ള വണ്ടികളെ മേലെ വാറന്റി കൊടുക്കൂല. 2013 ശേഷമുള്ള വണ്ടികൾക്ക് വാറന്റി കൊടുക്കാം. നമ്മളത് ഒന്നാമത് നമ്മളിന്ന് എടുത്ത് പോകുമ്പോൾ ഇനിയിപ്പോ അതിനും കുറവുള്ള വണ്ടിയാണെങ്കിലും പോലും നമ്മളെ രീതിയിൽ ഒരു എഞ്ചിന് നമ്മളൊരു പ്രൊട്ടക്ഷൻ കൊടുക്കും. ഒരു 6 മാസം 3 മാസം. അല്ലാത്ത രീതിയിൽ ബാറ്ററി ടയർ അതിനൊന്നും എന്തായാലും വാറന്റി നമ്മൾ കൊടുക്കും. ഇപ്പൊ 2010 ആൾട്ടോ ആണെങ്കിൽ ഇതിനൊരു 6 മാസം വരെ 6 മാസം വരെ ഒരു എഞ്ചിന് കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ നമ്മളത് തീർത്തും. ഒരു ഷോറൂമാരും പറയാത്ത വാക്കുകളാണ് മൂപ്പര് പറയുന്നത്. കാരണം 6 മാസം വരെ എഞ്ചിൻ വാറന്റി, അതായത് 2010 മോഡൽ ആൾട്ടോക്കാണ് പറയുന്നത്. 2013 ശേഷമുള്ള വണ്ടിയാണെങ്കിൽ 1 year വാറന്റി. അത് കമ്പനി വാറന്റി ആണ് കൊടുക്കുന്നത്. ഓക്കെ. ഇനി നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് നമ്മളെ വാഗ്നർ ആണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട വാഗ്നർ. നല്ല ക്വാളിറ്റി വണ്ടിയും കൂടിയാണ്. ഓക്കെ. ട്രിവാൻഡ്രം രജിസ്ട്രേഷൻ ആണ് വരുന്നത്. എത്രാം ഓണർഷിപ്പ് വരുന്നത്? ഇത് സിംഗിൾ ഓണർ വരുന്നത്. ഏതാ ഇയർ? 2013 സിംഗിൾ ഓണർഷിപ്പ്. എത്ര കിലോമീറ്റർ ഓടിച്ചിട്ടുണ്ട്? ഇത് കിലോമീറ്റർ 65,000 കിലോമീറ്റർ. റീപ്ലേസ് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ്മെന്റ് ഇല്ല. അത്യാവശ്യം ടയർ വരുന്നുണ്ട്. ഏതാ ഓപ്ഷൻ വരുന്നത്? LXI ആണ് വരുന്നത്. ഇന്ത്യയിലൊക്കെ അത്യാവശ്യം തെറ്റില്ലാത്തൊരു ഇന്ത്യയിലാണ് വരുന്നത്. പിന്നെ ഇതെങ്ങനെയാണ് പ്രൈസ് വരുന്നത്? ഇത് നമുക്ക് 3 രൂപയ്ക്ക് കൊടുക്കാം. 3 ലക്ഷം രൂപയ്ക്ക് 2013 മോഡൽ ലാസ്റ്റ് കൊടുക്കാം. നെറ്റാണോ? നെറ്റ് പ്രൈസ് ആണ്. നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. നല്ല ക്വാളിറ്റി. ഇതിപ്പോ നിങ്ങൾ പറഞ്ഞ വാറന്റിയും കൊടുക്കാൻ പറ്റിയ വണ്ടിയാണ്. അത്രയും നല്ല വാറന്റിയും കൊടുക്കാം. സർവീസും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. ഓക്കെ. എത്ര ലോൺ കയറും? ഇത് നമുക്കൊരു 2.5 കൊടുക്കാം. 50,000 ഉണ്ടെങ്കിൽ 2013 മോഡൽ LXI വാഗ്നർ ഇവിടെ ഇറക്കാം. സിംഗിൾ ഓണർഷിപ്പ്. ഓക്കെ. ഇനി നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് നമുക്ക് അവിടുന്ന് സ്റ്റാർട്ടിങ് ഇവിടെ തന്നെ തുടങ്ങാം. ഇതേതാ മോഡൽ വരുന്നത്? ഇത് 2017 മോഡല് ഓട്ടോമാറ്റിക് സ്പോർട്സ് ഓട്ടോമാറ്റിക് വരുന്നല്ലേ? 2017. കാരണം ഓട്ടോമാറ്റിക് ഒക്കെ അത്യാവശ്യം നല്ല എൻക്വയറി ഉള്ള ഒരു വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ് 40,000 ഓടിയിട്ടുള്ളൂ. ഇതിന് നമ്മൾ പറഞ്ഞ കമ്പനി 1 year വാറന്റി കൊടുക്കാം. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. അത്യാവശ്യം ടയർ വരുന്നുണ്ട്. അതെ. ഇന്ത്യയിലൊക്കെ അത്യാവശ്യം നല്ല വൃത്തിയുള്ള നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി തന്നെയാണ് വരുന്നത്. ഇതിന്റെ പ്രൈസ് എങ്ങനെയാണ് വരുന്നത്? ലാസ്റ്റ് പ്രൈസ് നമുക്കൊരു നെറ്റ് പ്രൈസ് നമുക്കൊരു 5.30 കൊടുക്കാം. 5.30 ലാസ്റ്റ് കൊടുക്കാം. അതെ. എത്ര ലോൺ കയറും? ഇതൊരു നമുക്കൊരു 4.5 ലോൺ കയറും. 4.5 വരെ. ഒരു 50,000 ഉണ്ടെങ്കിൽ 2017 ഓട്ടോമാറ്റിക് I10 ഇവിടെ നടക്കാം. അല്ല, ഹൈ ക്വാളിറ്റി വാറന്റിയോട് കൂടി കൊണ്ടുപോകും. ഓക്കെ. 1 year വാറന്റിയും വരും. ഓക്കെ. തന്നെ നെക്സ്റ്റ് വരുന്നത് I20 ആണ് വരുന്നത്. I20 ഏതാ മോഡൽ വരുന്നത്? 2018-19 രജിസ്ട്രേഷൻ. 2018-19 രജിസ്ട്രേഷൻ. എത്ര ഓണർഷിപ്പ് വരുന്നത്? ഇത് സെക്കൻഡ് ഓണർ. കിലോമീറ്റർ 30,000. റീപ്ലേസ് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ് ഒന്നുമില്ല. ഏതാ ഓപ്ഷൻ വരുന്നത്? സ്പോർട്സ് ഓപ്ഷൻ ആണ് വരുന്നത്. ഓക്കെ. ഇന്ത്യയിലൊക്കെ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല വൃത്തിയുള്ള ഇന്ത്യയിലാണ്. ഏകദേശം 1 year വാറന്റിയും കിട്ടും. അതെ. എങ്ങനെയാണ് ഇത് ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? ചോദിക്കുന്ന പ്രൈസ് 6.20 ആണ്. നെറ്റ് അല്ലേ? ലാസ്റ്റ് അല്ലേ? അല്ല, നമുക്ക് 6 ലക്ഷം റുപ്യന്റെ അടിയിൽ കൊടുക്കാം. 6 ലക്ഷത്തിന് അടിയിൽ കൊടുക്കാം. ഏകദേശം ഒരു 30,000 ഉണ്ടെങ്കിൽ 30,000 ഉണ്ടെങ്കിൽ വണ്ടി കൊണ്ടുപോകാം. ഓക്കെ. അടിപൊളി.
ഇപ്പൊ നെക്സ്റ്റ് നോക്കാൻ വന്നത് ഇതെന്താ? ഓ മഞ്ഞ് ഇത് വീണല്ല, ഞാൻ വിചാരിച്ചു റീപെയിന്റിങ് വന്നാണ്. സോറി E20 മാഗ്ന ഓപ്ഷൻ ആണ്. വണ്ടി കിലോമീറ്റർ ആകെ 35,000 ഓടിയിട്ടുള്ളൂ. നല്ല ക്വാളിറ്റി വണ്ടിയാണ്. ഇന്റീരിയലും സീറ്റ് കവർ 4 ടയറൊക്കെ നല്ല ക്വാളിറ്റിയുള്ള വരുന്നതാണ്. വേറെ റീപ്ലേസോ കാര്യങ്ങളൊന്നും ഇല്ല. നല്ല വണ്ടിയാണ്, നല്ല നീറ്റ് വണ്ടിയാണ്. കംപ്ലൈന്റോ കാര്യങ്ങളൊന്നും ഇല്ല. അതെ അതെ 2018 ഏതാ ഓപ്ഷൻ പറഞ്ഞത്? മാഗ്ന ആണ് വരുന്നത്. എങ്ങനെയാണ് ലാസ്റ്റ് നെറ്റ് പ്രൈസ് പറഞ്ഞത്? നെറ്റ് പ്രൈസ് നമുക്കൊരു 2018 മാഗ്നന്റെ പ്രൈസ് കേട്ടോളൂ. 590 നമുക്ക് കൊടുക്കാം. 2018 590 ലാസ്റ്റ്. അതെ, നല്ല ക്വാളിറ്റി വണ്ടിയാണ്. ഒരു ഭാഗത്തും ഒന്നും ചെയ്യാനൊന്നുമില്ല. എല്ലാം ഫിനിഷിംഗ് ആണ്. കറക്റ്റ് സർവീസ് ആണ്. കമ്പനി സർവീസ് നോക്കിയിട്ട് എടുത്ത വണ്ടിയാണ്. എത്ര ലോൺ കയറും? നമുക്കൊരു 5.4 വരെ കൊടുക്കാം. 5.4 വരെ, ഒരു 50,000 രൂപ ഡൗൺ പേയ്മെന്റിൽ എന്തായാലും ഇറക്കി കൊടുക്കാം. എന്തായാലും വണ്ടി ഇറക്കാം, ചെയ്ത് കൊടുക്കാം. i20 ഒരുപാട് കളക്ഷൻ തന്നെ ഉണ്ടല്ലേ? രണ്ടാമത് നോക്ക്, മൂന്നാമത്തെ ഓപ്ഷൻ i20 തന്നെ വരുന്നത്. അതെ അതെ, 3, 4 ഒക്കെ ഒരുപാട് i20 വരുന്നുണ്ട്. i20 നമ്മളടുത്ത് കുറെ ഉണ്ട്, ഇനിയും സ്റ്റോക്കുകൾ ഇഷ്ടം പോലെ നമുക്ക് വരാനുണ്ട്. ഇത് നമ്മളിപ്പോ ഷോപ്പ് ഓപ്പൺ ചെയ്തിട്ട് ഒരു മാസം പോലെ ആയിട്ടില്ല. ഒരു മാസത്തിന്റെ ഉള്ളിൽ തന്നെ ഏകദേശം എത്ര ബുക്കിംഗ് കയറിയിട്ടുണ്ടാവും? ഏകദേശം ഒരു ഇന്നലെ 6 ബുക്കിംഗ് ഉണ്ടായിരുന്നു. ഇന്നലെ വരെ ആയിട്ട് ഏകദേശം ഒരു 55 ബുക്കിംഗ് ആയിട്ടുണ്ട്. 55 ബുക്കിംഗ് ആയിട്ടുണ്ട്. ഓക്കെ, അടിപൊളി. അപ്പൊ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് i20 ആണ് വരുന്നത്. ഏതാ മോഡൽ വരുന്നത്? ഇത് 2019 സ്പോർട്സ് ഓപ്ഷണൽ വരുന്ന വണ്ടിയാണ്. റീപ്ലേസോ കാര്യങ്ങളൊന്നും ഇല്ല. ആകെ കിലോമീറ്റർ 20,000 ഓടിയിട്ടുള്ളൂ. നല്ല ക്വാളിറ്റി സീറ്റ് കവർ, അതുപോലെ തന്നെ എല്ലാം വരുന്നുണ്ട്. നാവിഗേഷൻ വരുന്ന വണ്ടിയാ. സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നല്ല ക്വാളിറ്റി സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. പിന്നെ 2 സൈഡ് എയർ ബാഗ്, ABS, എല്ലാ ഫീച്ചേഴ്സും ചോദിക്കുന്ന ലാസ്റ്റ് പ്രൈസ് എത്ര? ലാസ്റ്റ് നമുക്ക് ഇതിനൊരു 6.25 കൊടുക്കാം. 6.25 2019 മോഡൽ ലാസ്റ്റ് 6.25 നമുക്ക് കൊടുക്കാം. പ്രൈസ് നെറ്റ് ആണോ? പ്രൈസ് നെറ്റ് ആണ്. എന്താ കുറയാണ്ടോ? അതിൽ കുറയല്ല. അതേമാതിരി 6 രൂപ ലോണും ചെയ്തു കൊടുക്കാം. 2019 മോഡൽ i20 വെറും 25,000 ഉണ്ടെങ്കിൽ വണ്ടി വരുന്നത്. നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി ഇവിടുന്ന് 25,000 വണ്ടി ഇറക്കാം. ഇപ്പൊ നെക്സ്റ്റ് വരുന്നത് i20 ആണ് വരുന്നത്. i20 ഡീസൽ ആണ്. ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. വേറെ മോഡൽ വരുന്നത് 2017. റീപ്ലേസ് ഒന്നുമില്ല. പിന്നെ നല്ല ഇന്റീരിയലും കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടിയാണ്. ഫുൾ ലോഡാണ് വണ്ടി. ആസ്റ്റോ ഓപ്ഷണൽ. അതായത് നാവിഗേഷൻ വരും, 2 എയർ ബാഗ് കാര്യങ്ങളും, അലോയ് വീൽസും, ബാക്ക് വൈപ്പർ, റിയർ AC, സ്റ്റിയറിംഗ് കൺട്രോളർ, എല്ലാവിധ ഫീച്ചേഴ്സും ഉണ്ടാവും. കിലോമീറ്റർ ഓടിച്ചിട്ടുണ്ട് ഇത്? 75,000 കിലോമീറ്റർ. ഇനി പ്രൈസ് കേട്ടാ മതി. ഇന്ന് നമുക്കിത് ലാസ്റ്റ് നമുക്കൊരു നെറ്റ് നമുക്കൊരു 6.25 കൊടുക്കാം. 6.20. ഡീസൽ വണ്ടിയാണ്. ഒന്നാമത് ഡീസൽ വണ്ടികൾക്ക് ഇപ്പൊ നല്ല ഡിമാൻഡ് ഉള്ള ഒരു ഇതാണ്. എന്നാലും നമുക്ക് ലാസ്റ്റ് 6.25 കൊടുക്കാം. എത്ര ലോൺ കയറും? ഒരു 5.25 വരെ. 5.25 വരെ കയറും. 50,000 വണ്ടി ഡീസൽ വണ്ടി എടുക്കാം. ഡീസൽ വണ്ടി ഇവിടെ ഇറക്കാം. ഓക്കെ. ഇനി അതുപോലെ തന്നെ നെക്സ്റ്റ് വരുന്നത് 2017 മോഡല് VXI മാനുവൽ ഗിയർ വണ്ടിയാണ്. അതെ, മാനുവൽ ഗിയർ വണ്ടിയാണ്. വേറെ സിംഗിൾ ഓണർ വണ്ടിയാണ്. അതേമാതിരി നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാ. കറക്റ്റ് സർവീസ് ഉണ്ട്. വണ്ടിന്റെ മഹിമ ഒരുപാട് പറയുന്നുണ്ട്. വണ്ടി ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസൈർ ആണ്. നല്ല വണ്ടിയാണ്. ക്വാളിറ്റി ഉള്ള വണ്ടി തന്നെയാണ്. വേറെ റീപ്ലേസോ കാര്യങ്ങളൊന്നും ഇല്ല. എക്സ്ട്രാ അലൈവിലൊക്കെ എക്സ്ട്രാ ചെയ്തതാണ്. അതെ അതെ. പിന്നെ സീറ്റ് കവറും എക്സ്ട്രാ ചെയ്തതാണ്. കിലോമീറ്റർ ഇപ്പൊ 1 lakh കറക്റ്റ്. 1 lakh കറക്റ്റ് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ പക്ക. കഴിഞ്ഞ മാസം വരെ സർവീസ് ചെയ്ത വണ്ടിയാ. ഈ വണ്ടി നമുക്കൊരു 20,000 രൂപ ഉണ്ടെങ്കിൽ എടുക്കാം. 20,000 ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ ഈ വണ്ടി എടുക്കാം. ഓക്കെ. എത്ര രൂപയാ ചോദിക്കുന്നത്? നമുക്ക് ഒരു 5.5 രൂപയ്ക്ക് കൊടുക്കാം. 5 ലക്ഷം രൂപ. അതെ, അതായത് 5.30 ലോൺ കയറും. അതെ. ലാസ്റ്റ് നെറ്റ് പ്രൈസ് ആണോ? നെറ്റ് പ്രൈസ് ആണ്. ഇനി എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ. ഇനി അതുപോലെ തന്നെ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് ഹോണ്ടന്റെ ബ്രിയോ ആണ്. ഇത് സിംഗിൾ ഓണർ വണ്ടിയാണ്. അതേമാതിരി തന്നെ ആകെ 75,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. നല്ല ക്വാളിറ്റി വണ്ടിയാണ്. വേറെ റീപ്ലേസോ ആക്സിഡന്റോ കാര്യങ്ങളൊന്നുമില്ല. ടയേഴ്സ്, ഇൻഷുറൻസ് ഒക്കെ നമുക്ക് ഒരു ടയേഴ്സൊക്കെ ഒരു 50% ടയേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇൻഷുറൻസും പുതിയതാണ്. പിന്നെ സീറ്റ് കവറും നല്ല ക്വാളിറ്റി സീറ്റ് കവറും കാര്യങ്ങളും അല്ലാണ്ട് ഏകദേശം നല്ല ഫീച്ചേഴ്സ് ഉണ്ട്. 4 പവർ വിൻഡോ കാര്യങ്ങളും സ്റ്റിയറിംഗ് കൺട്രോൾസും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. ഇതെങ്ങനെയാണ് ലാസ്റ്റ് പ്രൈസ് എത്രയാണ്? 3 രൂപയ്ക്ക് കൊടുക്കാം. 3 ലക്ഷം രൂപയ്ക്ക്. അതെ അതെ, ബ്രിയോ കൊടുക്കാം. 1.2 എഞ്ചിൻ വരുന്ന 1.2 എഞ്ചിൻ വരുന്ന 3 ലക്ഷം രൂപ കൊടുക്കാം. എത്ര ലോൺ കയറും?
ഏകദേശം ഒരു 2.5 ലോൺ കയറും. 2.5 ലോൺ കയറും. 50,000 ഉണ്ടെങ്കിൽ വണ്ടി കൊടുക്കാം. ഓക്കെ. ഇനിയിപ്പോ നെക്സ്റ്റ് വരുന്നത് വാഗ്നർ ആണ് വരുന്നത്. വാഗ്നർ ഏതാ മോഡൽ? വാഗ്നർ 2019 മോഡൽ ഓട്ടോമാറ്റിക് ആണ് വരുന്നത്. 2019. ഓക്കെ. എത്രാമത്തെ ഓണർഷിപ്പ് വരുന്നത്? ഇത് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. ആകെ 15,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓക്കെ. റീപ്ലേസോ കാര്യങ്ങളൊന്നുമില്ല. നമുക്കൊരു 590 ലെവലിലൊക്കെ നമുക്ക് ഈ വണ്ടി കൊടുക്കാം. ഓട്ടോമാറ്റിക് ലാസ്റ്റ് 590 കൊടുക്കാം. അതെ അതെ. ഓപ്ഷൻ വരുന്നത് ഇത് VXI ആണ് വരുന്നത്. അതെ, അനങ്ങിയിട്ടില്ല. എല്ലാതും നിങ്ങൾക്ക് കണ്ടറിയാം. നല്ല ക്വാളിറ്റി ഉണ്ട്. വേറെ ചളിയോ കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെയും നീറ്റ് വണ്ടി. ആകെ 15,000 ഓടിച്ചിട്ടുള്ളൂ. എന്ത് പറ്റി? ഇത് ലേഡീസ് ലേഡീസ് അല്ല, നമ്മൾ ഈ കമ്പനികളിൽ നിന്നൊക്കെ എക്സ്ചേഞ്ച് എടുക്കുമ്പോഴേ പുതിയ വണ്ടി എടുക്കണവരെന്ന് എക്സ്ചേഞ്ച് എടുക്കുകയായിരിക്കും നമ്മള്. അപ്പൊ അവര് സെഗ്മെന്റ് മാറുമ്പോ നമ്മൾ എടുക്കണതാണ്. എന്നാലും നല്ല നമ്മളിപ്പോ പർച്ചേസ് ടീം നല്ല നോക്കി ഒക്കെ റെഡിയായി നമ്മൾ വാറന്റി കൊടുക്കണേ കൊണ്ട് ഫുള്ള് 1 മണിക്കൂർ നിന്ന് നോക്കിയിട്ടേ വണ്ടി എടുക്കുള്ളൂ. അത്രയും ഹിസ്റ്ററി ഒക്കെ ചെക്ക് ചെയ്തിട്ട് നമ്മൾ വണ്ടി എടുക്കുള്ളൂ. അതുപോലെ തന്നെ ലാസ്റ്റ് എത്ര കയറും? ലാസ്റ്റ് നമുക്ക് ഒരു 590 ലാസ്റ്റ് കൊടുക്കാം. എത്ര ലോൺ കയറും? ഏകദേശം 5.5 രൂപ ലോൺ കയറും. ഒരു 40,000 ഉണ്ടെങ്കിൽ വണ്ടി കൊണ്ടുപോകാം. ഓക്കെ. നെക്സ്റ്റ് വരുന്നത് റിഡ്സ് ആണ്. റിഡ്സ് ഏതാ മോഡൽ വരുന്നത്? 2014 ഡീസൽ വണ്ടിയാണ്. സിംഗിൾ ഓണർ വണ്ടിയാണ്. 1,00,000 കിലോമീറ്റർ കറക്റ്റ് ഓടിയിട്ടുണ്ട്. റീപ്ലേസും കാര്യങ്ങളൊന്നും. അത്യാവശ്യം ടയർ വരുന്നുണ്ട്. ടയറും കാര്യങ്ങളും. ഓപ്ഷൻ വരുന്ന VDI ഓപ്ഷൻ. ഡീസൽ വേരിയന്റ്. അതെ അതെ. ഡീസൽ വണ്ടിയിലൊക്കെ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കിത് ഓഫറിൽ നമുക്ക് 3.5 രൂപയ്ക്ക് കൊടുക്കാം. ഡീസൽ വണ്ടി 3.5 രൂപയ്ക്ക് കൊടുക്കാം. ഏതാ മോഡൽ പറഞ്ഞത്? 2014 ഡീസൽ. 2014 ഡീസൽ 3 ലക്ഷം രൂപയ്ക്ക് ലാസ്റ്റ് നെറ്റ് ആണോ? നെറ്റ്, അതായത് ഒരു 30,000 രൂപ ഉണ്ടെങ്കിൽ ഇറക്കി കൊടുക്കാം. 30,000 ഉണ്ടെങ്കിൽ 3.20 ലോണും കയറും. 30,000 ഉണ്ടെങ്കിൽ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ 2014 മോഡൽ ഡീസൽ വണ്ടി നമുക്ക് കൊടുക്കാം. ഇപ്പൊ നെക്സ്റ്റ് വരുന്നതാണ് ഗ്രാൻഡ് ഐട്ടൺ. അതായത് മാനുവൽ ഗിയർ ആണ്. ഇത് ആകെ 14,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 2017 മോഡൽ. 2017 മോഡൽ. റീപ്ലേസോ കാര്യങ്ങളൊന്നും. ഹൈ ക്വാളിറ്റി വണ്ടിയാണ്. ഏകദേശം 1 ഇയർ വാറന്റി എന്തായാലും കിട്ടും. ടയറും കാര്യങ്ങളും ഇൻഷുറൻസും നാവിഗേഷൻ എല്ലാ ഫീച്ചേഴ്സും സ്റ്റിയറിംഗ് ബട്ടൺ കാര്യങ്ങളൊക്കെ എല്ലാം വരുന്നുണ്ട്. പിന്നെ കമ്പനി സർവീസ് വണ്ടി തന്നെയാണ്. ആകെ ഫ്രീ സർവീസ് ചെയ്തിട്ടുള്ളൂ വണ്ടി. 2 ഫ്രീ സർവീസ് ചെയ്തിട്ടുള്ളൂ. നല്ല വണ്ടി. ലാസ്റ്റ് എത്ര ചോദിക്കുന്നത്? നമുക്ക് ഇതൊരു ലാസ്റ്റ് ഒരു 4.5 രൂപയ്ക്ക് കൊടുക്കാം. 4 ലക്ഷം രൂപ നെറ്റാണ്. അതായത് ഒരു 50,000 രൂപ ഫസ്റ്റ് എമൗണ്ട് ഇറക്കിയ ബാക്കി 50,000 ഉണ്ടെങ്കിൽ ഐട്ടൺ 2017 മോഡൽ വരുന്ന ഇറക്കാം. അതുപോലെ തന്നെ നെക്സ്റ്റ് ഏതാണ് വരുന്നത്? ഇത് വരുന്നത് 2019 മോഡല് സ്പോർട്സ് ഓപ്ഷൻ ഓട്ടോമാറ്റിക് വണ്ടിയാണ്. ഓട്ടോമാറ്റിക് ആണ്. സാൻഡ്രോ. അതെ, സാൻഡ്രോ ഓട്ടോമാറ്റിക് ആണ് വരുന്നത്. നല്ല ക്വാളിറ്റി വണ്ടിയാണ്. 20,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. നല്ല വണ്ടി. എറണാകുളം രജിസ്ട്രേഷൻ വണ്ടിയാണ്. പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. ഇല്ല, നല്ല സൂപ്പർ വണ്ടി, ഒന്നും പറയാനില്ല. ഓട്ടോമാറ്റിക് നല്ല മൈലേജും കാര്യങ്ങളൊക്കെ ഉണ്ട്. AMT വരുന്നത്. എത്ര മൈലേജ് കിട്ടും? കറക്റ്റ് നമുക്കൊരു 16-17 മൈലേജ് എന്തായാലും കിട്ടും. നമുക്കിത് ലാസ്റ്റ് എത്ര ചോദിക്കുന്നത്? ലാസ്റ്റ് നമുക്ക് ഒരു 4.75 കൊടുക്കാം. 4.75 ലാസ്റ്റ് കൊടുക്കാം. ഓട്ടോമാറ്റിക് വണ്ടി ലാസ്റ്റ് 4.75 കൊടുക്കാം. നല്ല വണ്ടിയാണ്, ഒന്നും പറയാൻ. എത്ര ലോൺ കയറും? ലോൺ ഏകദേശം 4 രൂപ ലോൺ. 25,000 ഉണ്ടെങ്കിൽ വണ്ടി കൊണ്ടുപോകാൻ. നല്ല ക്വാളിറ്റി വാറന്റിയോട് കൂടിയിട്ട് സുഖമായിട്ട് വണ്ടി കൊണ്ടുപോകാം. ഓക്കെ. ഞാൻ അതുപോലെ നെക്സ്റ്റ് നോക്കാൻ വന്ന ഡിസയർ ആണ്. കാരണം ബാക്കിലൊക്കെ ഏകദേശം ഒരുപാട് വണ്ടികളുണ്ട്. പക്ഷെ ഒരുപാട് വണ്ടികൾ ബുക്കും ആയിട്ടുണ്ട്. അപ്പോൾ ബുക്കാകാത്ത വണ്ടികളാണ് നമ്മൾ മെയിനായിട്ട് കാണിക്കുന്നത്. എന്നാലും വണ്ടി ഒരു 30 വണ്ടി സ്റ്റോക്ക് നാളെ മറ്റന്നാളും കയറാണ്ട്. ഏകദേശം ഇവിടെ ഒരു 80ഓളം വണ്ടിയുണ്ട്. ഓക്കെ. നമ്മൾ എന്തായാലും പാർട്ട് 1 നിൽക്കൂല. പാർട്ട് 2 എന്തായാലും പോകേണ്ടി വരും. അപ്പോൾ പാർട്ട് 1 നമ്മൾ ഈ ഡിസയറോട് കൂടി ഇവിടെ അവസാനിപ്പിക്കാൻ പോവാണ്. അപ്പോൾ ഡിസയർ ഏതാ മോഡൽ വരുന്നത്? ഇത് 2018 മോഡല് ZDI ഡീസൽ വണ്ടിയാണ്. ഡീസൽ വേരിയന്റ് ആണ് വരുന്നത്. അത് 60,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. വേറെ ബോണറ്റ് റീപ്ലേസ് ഉണ്ട് വണ്ടിക്ക്. വേറെ മെയിൻ ആക്സിഡന്റോ കാര്യങ്ങളൊന്നും ഇല്ല. നല്ല വണ്ടിയാണ്. ഇല്ല, ഒന്നുമില്ല. നല്ല വണ്ടിയാണ്. 4 ടയറൊക്കെ പുതിയ ടയറാണ്. സീറ്റ് കവർ കാര്യങ്ങളും ഒക്കെ പുതിയതാണ്. വേറെ കാര്യങ്ങളൊന്നുമില്ല. കാര്യമായിട്ട് മെയിനായിട്ട് നെഗറ്റീവ് എന്ന് പറയാൻ ഈ ഒരു ബോണറ്റ് മാത്രം ഒന്ന് റീപ്ലേസ് ഒന്നുമില്ല. ലാസ്റ്റ് വരുന്നത് നമുക്കിത് ലാസ്റ്റ് പ്രൈസ് 6.5 രൂപയ്ക്ക് കൊടുക്കാം. 6 ലക്ഷം രൂപ. ഡീസൽ വണ്ടി 60,000 കിലോമീറ്റർ ഓടി വണ്ടി കൊടുക്കാം. ഏകദേശം ഒരു 10 വണ്ടിന്റെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള റിവ്യൂ നമ്മൾ നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഏതെങ്കിലും വണ്ടി നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പാർട്ട് 1 നമ്മൾ തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കാൻ പോവാണ്. പാർട്ട് 2 കണ്ടോളിങ്ങൾ സ്വിഫ്റ്റ് വരുന്നുണ്ട്, ഹോണ്ടന്റെ വണ്ടി വരുന്നുണ്ട്, മാരുതിന്റെ വണ്ടി വരുന്നുണ്ട്, ഒരുപാട് വണ്ടികൾ വരുന്നുണ്ട്, ഒരുപാട് ഓഫറുകളും വരുന്നുണ്ട്. അപ്പോൾ അതിന്റെ ഒരു ഡീറ്റെയിൽസ് ആയിട്ടുള്ള വീഡിയോ നെക്സ്റ്റ് പാർട്ടിൽ നിങ്ങൾക്ക് വരുന്നതാണ്. ഇതുവരെ കണ്ട വീഡിയോയിൽ ഏതെങ്കിലും വണ്ടി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സിജിം ബ്രോന്റെ നമ്പർ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അടിയിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അപ്പോൾ വേഗം വിളിച്ചോളി, മിസ്സാക്കണ്ട. നല്ല 1 ഇയർ വാറന്റിയോട് കൂടിയുള്ള ഓഫറാണ് വരുന്നത്. അപ്പോൾ നെക്സ്റ്റ് പാർട്ടിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്തോളൂ. അപ്പോൾ തൽക്കാലം ഒരു ബൈ.